ഹലോ ഗൈസ്, ഞാനാണ് എല്ലാവർക്കും വേണ്ടി എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഗൈസ്, നമ്മൾ വന്നിരിക്കുകയാണ് മൈൻക്രാഫ്റ്റ് ലെറ്റ്സ് പ്ലേ. അപ്പം കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ വീടുണ്ടാക്കി അതിൽ ഓരോന്ന് സെറ്റ് ബട്ട് ലാസ്റ്റ് വൈബ്രം വിഷ്വൽസ് ഇടാൻ മറന്നുപോയി. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് വൈബ്രം വിഷ്വൽസ് പ്ലസ് പ്രിസ്മ ആർട്ടിക്സ് 3D പ്രിസ്മ ആർട്ടിക്സ് എന്ന് പറഞ്ഞ ഷെയർ കമ്പൈൻ ചെയ്ത് ഞാൻ എൻ്റെ വീട് കാണിച്ചു തരാം. അടിപൊളിയായിരിക്കും. അപ്പോൾ കണ്ട ആ വീടിൽ തുടക്കം കയറുമ്പോൾ തന്നെ അഡ്രസ് ആണ്. കണ്ട സീൻ. എൻ്റെ ബെഡ് സ്കില്ലേ. നമുക്ക് ബെഡിലോട്ട് എടുക്കാം. ബെഡ്റൂം എങ്ങനെ ചെയ്യും? നെക്സ്റ്റ് നമ്മുടെ ട്രെയിൻ പാള റൂം. എൻ്റെ മോനെ അറസ്റ്റോങ് കത്തിരിക്കുന്നുണ്ടോ സീൻ. എൻ്റെ ബിൽഡിങ് സ്കില്ല് കുഴപ്പമില്ല. അത് കണ്ട അവിടുത്തെ വെയിലാണ് ഇവിടെ അടിക്കുന്നത്. ആ മണ്ടക്കത്ത കൊള്ളാം. അപ്പം വൈബ്രേഷൻസ് ഇട്ട് കളിക്കാൻ പറ്റുന്നവർക്ക് ഈ വീട് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. ഇല്ലാത്തവർക്ക് ഈ വീട് എങ്ങനെയാണെന്നറിയില്ല. സ്റ്റോറേജ് എൻ്റെ മോനെ വൈബ്രേഷൻസ് പ്ലസ് ഞാൻ വിചാരിച്ചതിനെക്കാട്ടി സീൻ വീടായി. അതിപ്പോൾ ഏത് വീടാണെങ്കിലും വൈബ്രേഷൻസ് ഇട്ട് കഴിഞ്ഞാൽ അത് കിടക്കാച്ചി വീടാവും. അപ്പം ഇന്നത്തെ വീട് ട്രേഡിംഗ് ഹാളാണ് ഉണ്ടാക്കാമെന്ന് ഞാൻ വിചാരിച്ചിരുന്നത്. ബട്ട് തമ്മിലാണ് എല്ലാവർക്കും മനസ്സിലായി കാണും. അതാ മൈൻഷാഫ്റ്റ്. ഇന്ന് ആ മൈൻഷാഫ്റ്റിൽ പോയി 10 സ്റ്റാക്ക് ഗോൾഡ് ആപ്പിൾ ഞാൻ കൊണ്ടുവരും. വിശ്വസിച്ചിട്ട് തന്നെ പോകാൻ മാക്സിമം ശ്രമിക്കും. നമ്മൾ ഇടക്കിടക്ക് ലെറ്റ്സ് പ്ലേയിൽ അറിയാമല്ലോ ഫുള്ളായിട്ട് വൈബ്രേഷൻസ് ഇട്ട് കളിക്കാറുള്ളൂ. അതിൻ്റെ മെയിൻ റീസണാണ് ഒടുക്കത്തെ ഹീറ്റ്. ഇപ്പം ഈ അപ്ഡേറ്റ് കൊണ്ടുവന്നുകൊണ്ടാണ് ഞാനിപ്പം ഈ വൈബ്രേഷൻസ് ആയിട്ട് ഗെയിം കളിക്കരുന്നത്. ഈ എൻ്റെ ഫോണിൻ്റെ കളിയായിരിക്കും ഇനി മുഴുവൻ ഹീറ്റായി അപ്പം നിൽക്കും. അപ്പം ഇന്ന് ഞാൻ പറഞ്ഞ പോലെ തന്നെ മൈൻഷാഫ്റ്റ് നോക്കും. ആ മൈൻഷാഫ്റ്റ് എത്ര വലുതാണ്. അപ്പം നിങ്ങളേക്കും MC സബ്സ്ക്രൈബറടാ നീ ജങ്ക് ബേസ് യൂസ് ചെയ്ത് കണ്ടുപിടിച്ചില്ലേ. ഞാൻ നിങ്ങൾക്കറിയാലോ ഞാനിവിടെ മൈനിങ് ചെയ്യുന്ന കാര്യം. അത് തന്നെ എൻ്റെ മൈനിങ് ഏരിയയിൽ ഏകദേശം ഈ എൻ്റെ വീടിൻ്റെ തൊട്ടടിയിലായിട്ട് ഒരു മൈൻഷാഫ്റ്റ് ഞാൻ കണ്ടുപിടിച്ചിരിക്കുന്നു. പക്ഷെ എക്സ്പ്ലോർ ചെയ്യാൻ നമ്മുടെ ഇത്രയും ടോർച്ച് പോരാ. 2000 years later. ദിസ് വീഡിയോ സ്പോൺസർ ബൈ MC ഗെയിമർ ചാനൽ. എല്ലാവരും MC ഗെയിമർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ, പിന്നെ ഈ വീഡിയോ ലൈക്ക് ചെയ്യൂ, പിന്നെ കൂടെ തന്നെ കമൻറ്റ് ചെയ്യൂ. അതാണ് ഇന്നത്തെ സ്പോൺസർ. ഇതോടെ അടുത്ത് നമ്മുടെ മൈൻക്രാഫ്റ്റിൽ ഈ വേൾഡിൽ 240ാമത്തെ ദിവസമാണ്. ആദ്യമായിട്ടാണ് ഞാൻ ഇത്രയും ദിവസമൊക്കെ നിൽക്കുന്നത് വേൾഡിൽ. എൻ്റെ കഴിഞ്ഞ വേൾഡിൽ 150 ദിവസം അങ്ങനെ നിന്നോളൂ, എന്നിട്ട് ഡിലീറ്റ് ചെയ്ത്. ഈ വേൾഡിൽ ഞാൻ അൾട്രാനെ കൊല്ലുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നിങ്ങൾക്കറിയില്ല ഞാൻ ഭയങ്കര മണ്ടത്തരക്കാരനാണ്. വേണമെങ്കിൽ ഈ വേൾഡ് ഡിലീറ്റ് ചെയ്യാം അടുത്ത സെക്കൻഡ്. എടാ ഫോൺ നല്ലേക്ക് ചൂടായി കേട്ടാ. ടെമ്പറേച്ചർ കാണിക്കാൻ കഴിയാതെ കാണിച്ചു തരും. ഇത് കണ്ട ഇത്രയും ടോർച്ചിട്ട് പോലും ഇത്രയും വട്ടം ഇതിനകത്ത് കാണിക്കുന്നത്. എൻ്റെ ഈ ഓറൊക്കെ തിളങ്ങും. അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം. ആ ലാപ്പിസൊക്കെ ഫോർച്ചിട്ടിട്ട് മൈൻഡ് ചെയ്യാന്ന് വിചാരിച്ചിരുന്നത്. ഈ ലീഫ് വെച്ചിരിക്കുന്ന ഭാഗത്താണ് ആ മൈൻഷാഫ്റ്റ്. ഇത് അവിടെ ഉണ്ട്. അത് ഇരുട്ട് കാണാൻ ഇല്ല എനിക്ക്. ഇനി ഞാൻ നിങ്ങൾക്ക് അത് കാണിച്ചു തരാം. ഇപ്പം നിങ്ങൾക്ക് ആ മൈൻഷാഫ്റ്റ് കാണാൻ കഴിയുന്നുണ്ടോ? ഞാൻ അവിടെ ടോർച്ച് വെച്ചാൽ അവിടെ മൈൻഷാഫ്റ്റ് ഉണ്ട്. കണ്ടാ മൈൻഷാഫ്റ്റ്. അമ്മേ ഓക്കെ, രണ്ടും കൽപ്പിച്ച് ഇങ്ങോട്ട് ഓടിക്കോ. സ്ഥലം സരിച്ചല്ലോ. ഇവരിങ്ങനെ കുറച്ച് കോൾ ഞാൻ മൈൻഡ് ചെയ്തേക്കാം. കാര്യം ഇനി നമ്മുടെ ബേസിൽ കോളില്ല. ഉള്ള കോളിനാണ് ഞാൻ 1.5 സ്റ്റാക്ക് ഉണ്ടാക്കിക്കൊണ്ട് വന്നത്. അപ്പോൾ എനിക്ക് കോളിൻ്റെ ആവശ്യവും കൂടെ ഉണ്ട്. ഇവിടെ ഉണ്ടായിരുന്ന കോൾ മൈൻഡ് ചെയ്ത് 14 കോൾ കിട്ടി. 16. എടേ കുടുങ്ങിയാടേ. ഓക്കെ, രണ്ടും കൽപ്പിച്ച് ഈ മൈൻഷാഫ്റ്റ് MC ഗെയിമർ ഇറങ്ങി. ഡയമണ്ട് കിട്ടിയാൽ മതി. കൂടുതലൊന്നും ആഗ്രഹിക്കുന്നില്ല. ഒരു 5 ഡയമണ്ട്, ഒരു റെഡ് സ്റ്റോൺ. ഇതൊക്കെ കേവിലിറങ്ങി കിട്ടാൻ റയറാ. അൽഹംദുലില്ലാ ഒരു 2 ക്യാരറ്റ് എന്നിട്ട് അങ്ങോട്ടില്ല. ഞാൻ MC ദാസാണ്. എന്നെ ആരും ഒന്നും ചെയ്യല്. നീ ഒറ്റ എന്നെ എന്ത് ചെയ്യാനാടാ കഴുത. അയൺ. ബട്ട് അയൺ എനിക്ക് വേണ്ട. ഫാമ എൻ്റെ കയ്യിലുണ്ട്. പെട്ടെന്ന് സോറ പോടാ. ഓക്കെ, ഗോൾഡ് വേണം. എനിക്ക് ഗോൾഡ് വേണം, ഇഷ്ടം പോലെ വേണം. ഇതും അവസാനിച്ച്. നൈസ് മൈൻഷാഫ്റ്റ്.
ഇത് ഒരുപാട് വലുതായി പോയി ഗൈസ്. ഭയങ്കര വലിയ മൈൻ ഷാഫ്റ്റാണ്. പെട്ടെന്ന് തന്നെ എല്ലാം അവസാനിക്കുന്നുണ്ട്. വൈകാതെ ഞാൻ ഈ മൈൻ ഷാഫ്റ്റിൽ നിന്ന് ഇറങ്ങും. ഈ അയണൊക്കെ അവിടെ ഡയമണ്ട് ഇട്ടുള്ള അതിന് വരെ. ആ ഡയമണ്ട് ഇട്ടാലും ഞാൻ മൈൻഡ് ചെയ്യാൻ പോകുന്നില്ല. നിങ്ങൾക്കറിയാമല്ലോ, ഞാൻ ഡയമണ്ട് ലാഭം ചെയ്യുന്നവനാണ്. അത് ഫോർച്യൂൺ എടുത്തുകൊണ്ട് വന്നിട്ട് മൈൻഡ് ചെയ്യും. അതൊക്കെ വീഡിയോ സേവ് ആക്കി വെക്കും. ഇവിടെ കഴിഞ്ഞാ നൈസാ. നല്ല 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 മൈൻ ഷാഫ്റ്റ്. ഇങ്ങോട്ടും കൂടെ പോയി കഴിഞ്ഞാൽ ആ മൈൻ ഷാഫ്റ്റ് ഇപ്പോൾ അവസാനിക്കും. കണ്ടോ ഇവിടെ ഞാൻ തന്നെ ബ്ലോക്കൊക്കെ വെച്ച് ബ്രിഡ്ജ് പണിയണം. ഇവിടെ ഉണ്ടാക്കിയ ബിൽഡർ ഇത് ബിൽഡ് ചെയ്യാൻ മറന്നുപോയി. എനിക്കൊന്ന് മിക്കവാറും ബിൽഡ് ചെയ്ത് വന്നപ്പോൾ സോംബിയും ഇവന്മാരൊക്കെ വന്ന് തട്ടിക്കാണുമെന്ന്. ഒരു തന്നെ പേര് ഇറങ്ങിയുള്ളൂ. എത്തി വരും. ഹായ് ബ്രോ. ഗായ്സ്, നിങ്ങൾ ആരെങ്കിലും അവൻ്റെ കൈ ശ്രദ്ധിച്ചോ? ബ്ലോക്ക്. ഇവനാണ് ഇവിടെ പണി ചെയ്തുകൊണ്ടുന്ന ബിൽഡർ. എന്നിട്ട് ഇത് പണിയാതെ ബാക്കിയെല്ലാം പണി ചെയ്യുന്നു. പൊട്ടാൻ. നീ പോയി എന്നെ കൊല്ലാൻ പഠിച്ചിട്ട് വാടാ. ഞാൻ ഇതിനാ പ്രതീക്ഷിച്ച ഒരു ഗോൾഡൻ ആപ്പിൾ. സ്മിത്തിങ് 3 സ്മിത്തി 5 ആയിരുന്നു ഇത്രയും കൂടെ ഹാപ്പിനെസ് കൂടിയേനെ. ബട്ട് സ്മിത്തിങ് 5 ഒക്കെ ആയിരുന്നെങ്കിൽ ഇവിടെ MC ഗെയിമർ ഇപ്പോൾ ഹാർട്ട് അറ്റാക്ക് വന്ന് എത്തേനെ. കഴി മൈൻ ഷാഫ്റ്റ് തീർന്നു ഗൈസ്. അങ്ങനെ നമ്മുടെ ലാപ്പീസ് അങ്ങനെ നമ്മുടെ മൈൻ ഷാഫ്റ്റ് തീർന്നു. ഇവിടെ ഉണ്ട്. ഇവിടെ ഉണ്ട്. ഇത് വലിയ റെവിന്യൂ കേട്ടാ. അടുത്തത് അത് കൊള്ളാം. ഇങ്ങനെ തന്നെ ഒരു 10 കൂടെ കിട്ടിയാൽ മതി. റെഡ് സ്റ്റോൺ. എക്സ്ട്രാ വിക്കാൻസ്. അവന്മാരിപ്പോൾ പറഞ്ഞിടാ നേരെ പോയി കഴിഞ്ഞ് ലെഫ്റ്റ് എടുത്താൽ അവിടെ കുറേ ഗോൾഡും ഡയമണ്ട്സൊക്കെ കാണും. നീ അതെടുത്തോ. അടുത്തത് ഇന്നെൻ്റെ ഭാഗ്യം തെളിഞ്ഞ് ആരാണ് ഇന്ന് ഞാൻ കണ്ടത് അവനെ തന്നെ ഇനി വീണ്ടും കാണാൻ ഞാൻ ആഗ്രഹിക്കുവാണ്. ഇത്രയൊന്നും അവസാനിച്ചാ. നല്ല വഴി, നല്ല മൈൻ ഷാഫ്റ്റ്. ഞാൻ പോകുന്ന വഴി മിക്കതും ഡെഡ് എൻഡ്. അതിൻ്റെ അർത്ഥം മനസ്സിലായോ? ചാവുന്ന സ്ഥലം. ഇവിടെയും ഒന്നുമില്ല. ഇങ്ങോട്ടുണ്ടല്ലേ. പ്ലീസ് ഒരു ജസ്റ്റ് കൂടെ. ഇന്ന് ഞാൻ ആരെ കണ്ടെന്നറിയില്ല. ഇത് അവിടെയും കൂടെ ഒരെണ്ണം കിടപ്പുണ്ട്. ഇവിടെ അല്ല ടോർച്ചൊക്കെ വെച്ചേക്കാം. വല്ല മോബൈൽ സ്പൂണായ ഇതിലെന്തുവാ? ഇതെല്ലാം ഞാൻ ലൂട്ടി. തറയുന്നുണ്ട് കേട്ടാ. ഈ മനുഷ്യാവറ്റി ഞാൻ വിചാരിച്ച പോലെ അല്ല. ഇത് ഒരുപാട് വലുതാണ്. ഞാൻ ചെറുതാണെന്നും പറഞ്ഞ് അവനെ പുച്ഛിച്ചു. ബട്ട് ഇത് വലുതാണ്. താഴെ രണ്ടമ്മമാരെന്നെ കൊല്ലാൻ വേണ്ടി നിൽപ്പുണ്ട്. അതങ്ങനെ ആവുമല്ലോ. കാര്യം അമ്മ ബെഡ്റോക്കില് പൊട്ടി. ഇത്തിരി ദൂരെ പോയിട്ട് വരാം ഡീസ്പോൺ ആവാൻ. ഇനി ഞാൻ അങ്ങോട്ട് അമ്മ ഡീസ്പോൺ ആവണം. അപ്പം പറഞ്ഞ പോലെ ഷീൽഡ് എടുത്തില്ലേ? ഉണ്ട്. എന്താ കാണിക്കാത്തേ? ഞാൻ മോഡൊന്നും ഇട്ടില്ല. ബട്ട് ആ ഷീൽഡ് കാണിക്കുന്നില്ല. നല്ല പരിപാടി. ഓടിക്കോ മാറാ. അയ്യോ ചത്തുപോടാ. നീയൊക്കെ ചത്തു. അമ്മേ ചത്ത്. ഞാൻ ചത്ത് ഗൈസ്. ഞാൻ ജീവനോടുണ്ടോ? ഇതേതാ പരലോകമാണോ? പരലോകത്ത് ഇത്രോട്ടം സത്യ. ഇനി അങ്ങോട്ട്. അതുണ്ട് ഡെഡ്. ഇഷ്ടംപോലെ ലാപ്പീസ് കിട്ടുന്നുണ്ട്. ഇതുണ്ട് ഡെഡ്. എൻ്റെ മനസ്സ് പറയുന്നത് ഇവിടെ എന്തോ ഉണ്ട്. എല്ലായിടത്തും നോക്കിയെങ്കിലും എവിടെയോ ഞാൻ എന്തോ മിസ്സാക്കുന്നുണ്ട്. ഡയമണ്ട് വല്ലതും ഉണ്ടോ അവിടെ എവിടെ? ഓക്കെ, അതുണ്ട് ഡെഡ്. ഇതുണ്ട് ഡെഡ്. ഇങ്ങോട്ട് വഴിയുണ്ട്. കേവ്സ് പറഞ്ഞ. ഹലോ ബ്രോ, എന്താണ് ഇവിടെ കാര്യം? വല്ല വിശേഷം വല്ലതും ഉണ്ടോ? ഞാൻ തരാമല്ലോ വിശേഷം. ഓടാ പോയി ചത്തിട്ട് പോ. ബെൽഡർ സ്കെൽട്ടനെ ഒരിക്കലും നമ്മൾ പുച്ഛിക്കാൻ പാടില്ല. അവന്മാരെ ഇപ്പോൾ ആ മുമ്പിലിട്ട് തന്നെ തറയിടും. ഇവിടെ വേറൊന്നും ഇല്ലല്ലോ അല്ലേ? അങ്ങോട്ടുണ്ട് വഴി.
റെയിൽ നമുക്കൊരു ദിവസം പിന്നെ വന്ന് ഈ റെയിലൊക്കെ കളക്ട് ചെയ്യാം. ഇതുവരെ കേവ് സ്പൈറിൻ്റെ സ്പോണർ കണ്ടില്ല, അതിശയം തന്നെ. ഇപ്പോൾ ജാവ അല്ലായിരുന്നെങ്കിൽ 10-15 ഞാൻ കണ്ടേനെ. ഇത് ബെഡ് റോക്കിലെ പ്രശ്നമാണോന്നറിയില്ല. ഹൈ, ഇതും ഡെഡ്. ഞാൻ ഏത് വഴി പോലെ ഡെഡിൻ്റെ ആവുകയാണല്ലോ ഡേ. 4 കിട്ടി. അത് കഴിഞ്ഞ് ഒരു ചെസ്റ്റ് എനിക്ക് കിട്ടിയില്ല. ഇങ്ങനെ പോവാണെങ്കിൽ ഈ മനുഷ്യാഫ്റ്റ് പെട്ടെന്ന് തരും കേട്ടാ. താ കിടക്കുന്നു, തീർന്നു. 12 ടോർച്ച് കൊണ്ട് ഞാനും ഉണ്ട്. എന്തായാലും വന്നതല്ലേ, റെയിൽ കൊണ്ടുപോവാം. ഞങ്ങൾക്ക് പിന്നെ ഒന്നും ആക്കണ്ട, ഇന്ന് തന്നെ ആക്കിയേക്കാം. കണ്ണിൽ കാണുന്ന റെയിൽ MC നീ എടുത്തോടാ. ഇവർക്ക് റെയിൽ ആവശ്യമില്ല. സോംബി ഇതൊന്നും എന്തായാലും ഓടിച്ചിട്ട് നടക്കാൻ പോകുന്നില്ല, അവർക്ക് ബുദ്ധിയില്ല. അപ്പം അവന്മാർ ഈ റെയിലൊന്നും എടുക്കൂല. ഇനിയുണ്ട് താഴെ വഴി. എനിക്ക് താഴെ അത്ര ഒന്നും ചാവണമെന്ന് ആഗ്രഹമില്ല. ഇവിടെ എവിടാണ്ടോ ഞാൻ കുറേ വഴികൾ കണ്ടായിരുന്നു. അതേതാണെന്നത് പിടികിട്ടിയാൽ അവിടെയും കൂടെ പോയിട്ടായിരുന്നു. അഫ്കോഴ്സ് ഇതായിരിക്കും. ഇതെല്ലാം ഞാൻ നോക്കി. ഇപ്പം തന്നെ ഞാൻ ഇവിടെ ഒരു സ്റ്റാക്കായ എന്തായാലും കണ്ടിട്ടുണ്ട്. ഇവിടെ എവിടെയോ ഞാൻ ഒരൊറ്റൊരു അതേണ്ട്. ഇതാണ് ഞാൻ ആ പറഞ്ഞ വഴി. ഇതിൽ വഴി പോകും. MC അതുണ്ട് ഡെഡ്. ഒരു കാര്യം ചെയ്യണം, നിങ്ങൾ ടോർച്ച് വെക്കണ്ട. അവിടെ എഴുതി വെച്ചാൽ പോരാ, ഡെഡ് ആണ് പോകില്ലെന്ന് പറഞ്ഞ എൻ്റെ ടോർച്ച് എടുക്കാൻ വേണ്ടി പോകുമാർ. 7 ടോർച്ച് ഇവിടെ ഒന്ന് വെച്ചേക്കാം. അതെ ഇവിടെ ഒരു വഴി. ഇവിടെ ഒന്നുമില്ല. നൈസ്. ഇങ്ങോട്ട് ഇതിൻ്റെ ഡെല്ലി. ഒന്നുമില്ലടേ ഇവിടെ പട്ടിക്കാൻ വേണ്ടി. താഴെ ഇനിയുണ്ടോ? ഇല്ല. ഞാൻ താഴെ ഇവിടെ ഒരു സ്പൂണർ പോലും ഇല്ലടാ. XP ഫാമെങ്കിലും ഉണ്ടാക്കാമായിരുന്നു. താഴ്ചാടുക ഒരു സ്പൂണർ, ഒരു സ്പൂണർ. അതെവിടെ വഴിയുണ്ട്? ഇനി എൻ്റെ ടോർച്ചില്ല. ടോർച്ച് ഉണ്ടാക്കാനുള്ള വുഡും എൻ്റെ കയ്യിലില്ല. ഈ ഒരു ടോർച്ച് എടുത്തുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോവാം. ടോർച്ചോടെ എൻ്റെ കൈ ഓൾറെഡി നമുക്ക് മനുഷ്യാവശ്യത്തിൻ്റെ 16 ടോർച്ചുണ്ട്. അപ്പം അതും കൊണ്ട് പോവാം. എൻ്റെ ഒന്നുമില്ല. ഇനി ഇവിടെ സ്പോണർ കിട്ടും കേട്ടാ. കിട്ടി. അമ്മേ, നീയൊക്കെ നാശത്തിലാണാ പോകുന്നേ. ചത്താവൻ വാടാ. PvP ക്രീപ്പർ vs MC. അല്ല പിന്നെ നീയൊക്കെ മൂബ്, ഞാനൊക്കെ പ്രോ. കേവ് സ്പൈഡർ ഇത്തിരി സീല കേട്ടാ. സ്പോണായി. ഇവന്മാരെ വെച്ചൊരു XP ഫാം തന്നെ ക്രിയേറ്റ് ചെയ്യാൻ കഴിയും. ഇവന്മാർ ഏത് ഭാഗത്തു നിന്നാണ് വന്നേ നോക്കി അങ്ങോട്ട് എനിക്ക് പോകണം. തേണ്ട് അത്രേ ഉള്ളു. ഇനി ഇവന്മാർ അയ്യോ സ്പോണായി. എടാ ഈ ഒരു ടോർച്ച് വെച്ചാൽ തന്നെ ഇവന്മാർ സ്പോണാകത്തില്ല. പിന്നെ രണ്ടാമത് എങ്ങനെ സ്പോണായെന്ന് എനിക്കറിയില്ല. എൻ്റെ അടുത്ത് ചോദിക്കില്ല. 2 ടോർച്ച് വെച്ചാൽ സ്പോൺ ആവില്ലെന്നാണ് മൈൻക്രാഫ്റ്റ് ലോജിക്ക്. ഇനി എങ്ങാണ് സ്പോണായാൽ ഞാനാ ചാവാൻ പോകുന്നത്, ഇവന്മാരല്ല. അപ്പം ഈ കോർഡിനേറ്റ് എനിക്ക് ഓർത്ത് വെക്കണം. അത് ഞാൻ ഈ വീഡിയോയ്ക്ക് അത് റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഇനി ആവശ്യമുള്ള സമയത്ത് ഈ കോർഡിനേറ്റ് വരാം. ഇതിനെ ഞാൻ റെക്കോർഡ് ചെയ്യുന്ന ഈ കോർഡിനേറ്റ് ഓർത്ത് വെക്കുന്നതെന്ന് ചോദിച്ചാൽ ഒരു XP ഫാം നമുക്ക് ഉണ്ടാക്കാൻ കഴിയുന്നത് വെച്ച് ഞാൻ സുധിയുടെ ഓൾഡ് വീഡിയോ കണ്ട് അതിൽ ഈ കേവ് സ്പൈഡറിൻ്റെ ഇത് വെച്ച് നമുക്കൊരു XP ഫാം തന്നെ ക്രിയേറ്റ് ചെയ്യാൻ കഴിയും. അത് പൊളിയായിരിക്കില്ലേ? അടുത്ത ചെസ്റ്റ് ഇതിൽ ഉറപ്പ് ഗോൾഡൻ ആപ്പിൾ ഓർണം. ഇതിലില്ല എൻജോയ്മെൻറ്റ് ബുക്ക്. എനിക്ക് ഈ എൻജോയ്മെൻറ്റിനെ കുറിച്ച് അധികം അറിയില്ല. എന്നാലും ഇരിക്കട്ടെ. കൈ ഒരുപാട് റെയിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്.
അയ്യോ, ഇവിടെ ഒന്നുമില്ല. ഇനി വീട്ടിൽ പോവാം. ടോർച്ചിടുന്നു. ഇനിയും മനുഷ്യാവറ്റി നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ കിടപ്പുണ്ട്. നമുക്ക് പിന്നൊരു ദിവസം ഇനി ബാക്കി എക്സ്പ്ലോർ ചെയ്യണം. നമുക്ക് ട്രേഡിംഗ് ഹാൾ ഉണ്ടാക്കി ഒരു നല്ല ഡയമണ്ട് ആർമറുമായിട്ട് പിന്നെ ഒന്ന് ഇവിടെ നോക്കണം. ഇനി എക്സ്പ്ലോർ ചെയ്യുവാണെങ്കിൽ മിക്കവാറും ടോർച്ചും തീരാറായി. തിരിച്ച് വന്ന വഴി പോലും എനിക്ക് ഓർമ്മയില്ല. അത് ഇനി വണ്ടക്കുഴിച്ച് പോകണം. ഇങ്ങോട്ട് ഞാൻ എന്തായാലും ടോർച്ച് തീരുന്നവരെ ഇവിടെ നോക്കാൻ പോവാ. എന്തെങ്കിലും കിട്ടി, ഇല്ല. ഇനി ബാക്കി പിന്നെ എക്സ്പ്ലോർ ചെയ്യാം. ഇപ്പം എൻ്റെ ടോർച്ചില്ല. സ്റ്റിക്ക് ഉണ്ടായി നമുക്ക് എന്തെങ്കിലും നോക്കാമായിരുന്നു. ഇനി തിരിച്ചു പോവാം. വന്ന വഴി പുറത്ത് പോവാം. ഓക്കെ, അങ്ങനെ ഞാൻ വീട്ടിലും എത്തിയിട്ടുണ്ട്. അപ്പം ഇപ്പം നമ്മുടെ കയ്യിൽ കുറച്ച് എൻജോയ്മെൻറ്റ് കാര്യങ്ങൾ കിട്ടിയിട്ടുണ്ട്. അതെൻ്റെ എന്താ പറയുന്ന ഇമ്പോർട്ടൻറ്റ് പെട്ടീസിൽ കൊണ്ടുവെക്കാം. എൻ്റെ ഇമ്പോർട്ടൻറ്റ് പെട്ടി ഇതാണ്. ആ പെട്ടി, ഈ പെട്ടിയിലേക്കും എൻ്റെ ഇതൊക്കെ വരാൻ പോകുന്നത്. നെയിം ടാഗ് വരാൻ പോകുന്നത് ഈ ചെസ്റ്റ്. ഓരോ ചെസ്റ്റിൽ ഓരോ സാധനം അത്രേ ഉള്ളൂ. ഓക്കെ, അതുമായി ഇനി എല്ലാം കോമൺ സാധനങ്ങളാണ് എൻ്റെ കയ്യിൽ. റെഡ് സ്റ്റോൺ വരാൻ പോകുന്നത് ചെസ്റ്റ്. റെഡ് സ്റ്റോൺ. ഓക്കെ, ഗോൾഡും അയണും കോമൺ ആവും. കാര്യം അയൺ കോമൺ ആയിട്ടുണ്ട്. ഗോൾഡ് കോമൺ ആക്കാൻ ഒരു ഗോൾഡ് ഫാം ഉണ്ടാക്കണം. അതിന് വേണ്ടിയാണ് ഞാൻ ട്രേഡിംഗ് ഹാൾ ഉണ്ടാക്കി അവൻ്റെ ഇത് ഗോൾഡ് പിക്കറ്റ്സ് വാങ്ങാൻ പോകുന്നത്. അല്ല, എന്താ പറയുന്ന ഡയമണ്ട് പിക്കറ്റ്സ്. അത് വെച്ചായിരിക്കും ബാക്കി പണി. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ ഗൈസ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ്. ഇനി അടുത്തൊരു സബ്സ്ക്രൈബ് വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ടാറ്റാ ബൈ.